ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. നേരത്തെ ആവേണ്ടതായിരുന്നു, നല്ല കാര്യം. 24-25ഓളം കുട്ടികൾ അവരുടെയൊക്കെ ജീവൻ്റെ വിലയ്ക്ക് അവർക്കൊക്കെ നീതി കിട്ടിയ ദിവസം, അവർക്കൊക്കെ സന്തോഷം, അവരുടെയൊക്കെ മനസ്സിൽ സന്തോഷം കൊണ്ട് ആനന്ദിക്കുന്ന ദിവസം, തെരുവിലുറങ്ങിയവർ തെരുവിൽ ഉറക്കമുളച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അടികൊണ്ട് ചതച്ചവർക്ക് നീതി കിട്ടിയ ദിവസം. പിന്നെ ഇനിയുള്ള നാളുകൾ അടുത്തത് കുട്ടികളുടെ ജോലി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വക്കീലന്മാരുടെ ജോലിയാണ്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ചില ആൾക്കാരെയൊക്കെ പൊക്കിക്കൊണ്ടുവരും. രാജ്യദ്രോഹികൾ, അല്ലെങ്കിൽ പൈസ കൊടുത്ത് സഹായിച്ചവർ, ആഹാരം കൊടുത്ത് സഹായിച്ചവർ, കേരളത്തിൽ നിന്ന് വന്നവർ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തവർ, ഇവർക്കെതിരെ ചെറിയ രീതിയിലൊക്കെ ആക്ഷൻ എടുക്കും. ED വരും, അതല്ലെങ്കിൽ NIA വരും. ഇവരൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി മുതൽ വക്കീലന്മാരുടെ നല്ലൊരു കഠിനാധ്വാനം വേണം. കാരണം ഈ ചെറ്റത്തരങ്ങളൊക്കെ കാണിച്ചതിൻ്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിച്ചവരും, യൂണിഫോമിൽ പേരില്ലാത്തവരും, അതുപോലെ തന്നെ യൂണിഫോം ഇടാതെ വന്നവരും, ഇവരൊക്കെ. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുന്നൊരു സമയമാണ്. പിന്നെ ഈ കാശ് വാങ്ങിച്ച് വെളുപ്പിക്കാൻ നിന്ന കുറേ ഇൻഫ്ലുവൻസർമാരുണ്ട്. അവരെയൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. കാരണം ഇതിനെതിരെ നിന്നവർ, പിന്നെ വെളിയിൽ നിന്നും ക്യാഷ് വന്നിട്ടില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 2 ദിവസത്തിന് മുമ്പ് മേജർ രവി പറഞ്ഞ കള്ളു കുടിക്കാനും ഫുഡ് കഴിക്കാനും വേണ്ടി മാത്രം ഇറങ്ങിപ്പോന്ന, അത് ഇവരെ പോലെയുള്ളവരല്ലേ ഫ്രീ ടിക്കറ്റിൽ ഇന്ത്യയിൽ പല രാജ്യങ്ങളിലും ഫ്രീ ടിക്കറ്റിൽ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത ഒരിത് കാണത്തില്ല. കാരണം ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഫ്രീ ടിക്കറ്റിൽ പോയി ഫുഡും കള്ളും കഴിക്കുന്ന ആ ഒരു സിസ്റ്റം അല്ല സാറേ, ഇത് വേറെയാ. ഇത് പിള്ളേർ പോയിട്ട് അവരുടെ നീതിക്ക് വേണ്ടി പോരാടിയ സമയമാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റ്, അതിലേക്ക് മനസ്സറിഞ്ഞ് സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ആഹാരമായിട്ടും പൈസയായിട്ടും ശരീരം കൊണ്ടും ഒക്കെ. അപ്പോൾ അവരുടെ എല്ലാം വിജയമാണിത്. ഇനിയും ഇന്ത്യ ഒരിക്കലും ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ പാടില്ല. ഒരു നിസ്സാരക്കാരനായിട്ട്, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനും ഇന്ത്യയിൽ വിലയില്ലാതാവാൻ പാടില്ല. അതിനൊക്കെ ഒരു ഉദാഹരണമാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ്. അപ്പം ജയ് ഹിന്ദ്.